ഇന്ന് ഒരു യാത്രയുടെ തന്നെ വീഡിയോ ആണ്. ഇത് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുന്നേ ഉള്ളതാണ്. ചേച്ചിയും അമ്മയും മക്കളും കൂടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പിറ്റേന്നാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തുള്ളൊരു റിസോർട്ടാണ്, നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ ഗസ്റ്റ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് മുക്കത്തേക്ക് നമ്മൾ വന്നിട്ട് ഒരു 3 വർഷം ആവാറായി ഉണ്ടാവും. അച്ഛൻ പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. അച്ഛൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും വരാറ് പോലും ഉണ്ടായിരുന്നില്ല. ഈ വഴി കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാണുന്ന പോലെയൊന്നുമല്ല. പിന്നെ രവിയുടെ കൂടെ ഇങ്ങനെ പോയി ശീലമായിട്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല, നമ്മൾ സേഫാണെന്ന് തോന്നും നമുക്ക് കൂടെ പോകുന്ന സമയത്ത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെയുള്ള കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ വൃത്തിയാക്കാനും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് ചക്ക വറക്കാൻ വേണ്ടി പോവാണ് ഞാനും രവിയേട്ടനും കൂടെ. മേലെ കാണുന്ന അവിടെ ആനയൊക്കെ വരാറുണ്ട്. അത് കയറുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. കയറിയതിന് ശേഷമാണ് രവിയേട്ടൻ പറയുന്നത് അവിടെ കാട്ടാനയൊക്കെ വരുന്നതാണെന്ന്. ഇതൊക്കെ പൊടിഞ്ഞാണല്ലോ. ഗ്ലാസ്സില്ലല്ലോ. മതി. കടിക്കും. കുറേ ഉണ്ടോ യാമി? ഉറുമ്പുകാറ്റ കുറേ ഉണ്ടോ? അമ്മ പഠിച്ചോട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോയി കളിച്ചോ. അമ്മ പഠിച്ചോട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോയി കളിച്ചോ. വരുമ്പോൾ നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. അവിടെ വീട്ടിലുണ്ടാക്കിയ ചീരപ്പേരിയും മീൻകറിയും, പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും, അത്രേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ആവശ്യം വേണ്ട, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി. ഇത് രാവിലത്തെ വ്യൂ ആണ്. രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വെയിലുദിക്കുന്ന സമയത്താണ് എണീക്കുക. അങ്ങനെ ലേറ്റായിട്ടുണ്ടായിരുന്നു എണീക്കുക. നേരത്തെയൊക്കെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. പക്ഷെ ഞങ്ങൾ ലേറ്റായി ഉണ്ടായിരുന്നു. ഈ വഴി നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ മോന് വീണതാണ് ആ കാണേണ്ടത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കും വീണു. കാരണം ഇവിടെ നല്ലോണം ശ്രദ്ധിച്ച് നടക്കണമായിരുന്നു. കാരണം അങ്ങ് താഴേക്ക് നല്ല ഇറക്കാണ്. ഇവർ യാമീൻ്റെ ചെരുപ്പ് ഇന്നലെ വരുന്ന വഴിക്ക് താഴെ ഗേറ്റിൻ്റെ അവിടെ വീണോയിണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് താഴെ വരെ പോയിട്ട് നടന്നു വരികയാണ്. ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എല്ലാ വീട്ടിലും പോയി കൂടാനൊക്കെ പോവുമായിരുന്നു. അപ്പോൾ മാമീൻ്റെ വീട്ടിൽ വയനാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ പോവുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. ഇങ്ങോട്ടേക്കാണ് വരാറ്. പിന്നെ അമ്മച്ചൻ്റെ വീട്ടിൽ ഞങ്ങൾ നിൽക്കാൻ പോകുന്ന സമയത്ത് കാറിൽ തട്ടിക്കൊണ്ട് വരെ വന്നിട്ടുണ്ട്. അതായത് അമ്മയും അച്ഛനും ഞാനും ഇറങ്ങുന്ന സമയത്ത് എന്നെ ഇറങ്ങാൻ സമ്മതിക്കാതെ കാറിട്ട് ലോക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെയൊക്കെ പോയി വരുന്ന സമയത്ത് അമ്മച്ചനും രവിയേട്ടനും കൂടെ ഇന്നലെ കൊയ്ത ചക്ക ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ റെഡിയാക്കിയിരുന്നവർ. വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇതേപോലെ പോകാറുണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചനെ ഇങ്ങനെ കിട്ടലേ ഇല്ല. അമ്മച്ചനിപ്പോൾ എന്തോ ഇതിൽ കിട്ടിപ്പോയതാണ്. അമ്മയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ്. മഞ്ഞളുണ്ട്, കുരുമുളകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചൻ അവിടുന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് എങ്ങോട്ടും വരില്ല. ഇന്നിപ്പോൾ വന്നു പോയതാണ്. രാവിലെ ഉപ്പുമാവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്കയ്ക്കൊക്കെ കറി എന്തെങ്കിലും വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. കാരണം നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് വരികയാണ്.
എല്ലാവരും ഇല്ല, ഞാനും മക്കളും ചേച്ചിയും കൂടെ വന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷേ ഇതിപ്പം വലിയ ദൂരമൊന്നുമില്ല, ആ ഒരു ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് പോകുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിലേ പോകുന്ന സമയത്ത് കാടും അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ. കുഞ്ഞുവാവേനൊന്ന് കാണിച്ചു തരുമോ? ആ, നിങ്ങളെ കുട്ടീനൊന്ന് കാണിച്ചു തരുമോ? ആ, ഇത്രയും വലിയ കുപ്പിയിലോ? ഇത്രയും വലിയ കുപ്പിയിലോ? ഇതെന്തൊക്കെയാ? ബ്രാൻഡിയോ? ഇത് ഭാര്യയും ഭർത്താവും കൂടെ കച്ചറ ഉണ്ടാക്കുക. എനിക്ക് ആ, ഇതെന്താ യാമി? ഇതെന്താ? ആ, പിന്നെ ആ, ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നുണ്ട്. മക്കളാ? 3 മക്കളാ? അത് ശരി. നിങ്ങളെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുവോ? ഹസ്ബൻഡിനെ ഒന്ന് വിളിക്ക്, കേക്കട്ടെ. എന്താ അവിടെ? ആ, പന്നിയുണ്ടോ? ഒന്ന് എടുക്കാനാ? ഇങ്ങോട്ട് ഫോട്ടോഷൂട്ടിനായിട്ട് പോയത്. തൊടല്ലേ? ഞാനും ചേച്ചിയല്ലാതെ അമ്മ സേഫാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കൈകളാണിത്. ഇവിടുന്ന് നമ്മൾ ചക്കയൊക്കെ കഴിച്ച് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. നേരെ നമ്മൾ പോകുന്നത് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോയോ എടുക്കണമെങ്കിൽ പാടെ പോയി വരാം. എടുക്കണേ ഇപ്പം മോണ്ട് എടുത്തു തരണം തന്നെ. ഈ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല. എടുത്ത വീഡിയോസൊക്കെ ഫോണിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടാം. അങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. എടുത്തു കഴിഞ്ഞാണോ അതോ? ഈ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ അടുത്ത് പോയ രണ്ട് സ്ഥലങ്ങളിലും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫോണിൻ്റെ ഒക്കെ ചാർജ് ഏകദേശം തീർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നല്ല ഭംഗിയുള്ള വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ മേലെ നമുക്ക് സ്ഥലമുണ്ട്. അവിടെയും മറ്റേ റിസോർട്ടൊക്കെ പണി തുടങ്ങാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അട്ട അടിച്ചതാണിത്. വരുന്ന വഴിക്ക് മറ്റേ ഓരോരുത്തരുടെ ഈ കൊക്കോയൊക്കെ കട്ട് തിന്നിട്ട് അവിടെ നിന്ന് അട്ട അടിച്ചതാണ്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരുടെ ഫോണിൻ്റെയും ചാർജ് കഴിഞ്ഞ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, രവിയുടെ ഒരു ഫ്രണ്ടിൻ്റെ. ഇത് നമ്മൾ പറഞ്ഞില്ല, അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. ഇവിടെ മാങ്ങണ്ട് ചക്കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഒന്നുമില്ല, ഏകദേശം കയറി വന്നു. അതായത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയറി ഞങ്ങൾക്ക് മതിയായി. പിന്നെ നമ്മൾ ഇവിടുന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാൻ, മൊത്തം അട്ടയിരിക്കും. ഇത് ഞാൻ അപ്പുറത്തെ പറമ്പിൽ മാങ്ങ വെറുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള, അതായത് നിറയെ മാംഗോസ്റ്റിനും അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോഴേക്ക് ഫോണിൻ്റെ ചാർജൊക്കെ മൊത്തം തീർന്നുപോയി. ഇതാ ഞാൻ ആ പറഞ്ഞ സ്ഥലം. പക്ഷേ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ കുറേ ആയിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് നമ്മൾ രവിയേട്ടനെ അറിയുന്നൊരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു, ആ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെയുള്ള. അപ്പം അവിടുന്ന് ഇത് നമ്മൾ മറ്റേ റിസോർട്ടിൽ നിന്ന് കുറച്ച് കശുവണ്ടിയൊക്കെയാണ്, പിന്നെ കൊക്കോയും, പിന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മറ്റേ വെള്ളരിക്കയോ ഇളവൻ അതൊക്കെ ഒരു തന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ വരുമ്പോൾ കിട്ടിയ സാധനങ്ങളാണ്.
അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങാൻ വേണ്ടി നിൽക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വരവ് വന്നത്. അതായത് അമ്മ ഇനി എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരും ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മേനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാന്നുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കും വേറെ സ്ഥലത്തൊന്നും ഇപ്പോൾ പോകാനില്ല. അപ്പം ഇങ്ങോട്ടേക്കായി ഷീനേച്ചിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായപ്പോൾ ഓരോങ്ങോട്ടേക്കും ഒന്ന് വരൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് കുറേ ഉള്ളൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെയാണ് ഇവർക്കും. അതായത് മോനും ലല്ലുവിനും അതേ അറ്റാച്ച്മെൻറ്റ് ഉള്ള മറ്റൊരു സ്ഥലവും കൂടെയാണ്. ഇങ്ങനെ ഇതേപോലെ സ്കൂൾ തുറക്കുമ്പോൾ പൈസയൊക്കെ കിട്ടിയ രവിയേട്ടൻ തന്നതൊക്കെ നല്ല ഓർമ്മയാണ്. ചെറിയ കുട്ടിയാവുന്നത് ഇപ്പം ആൾക്കാർ മാറി വിവരായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്.